മഹാഗായികയായ എസ് ജാനകിയെ സംഗീത സംവിധായകൻ തിരുവല്ല സ്വദേശി രവീന്ദ്രന് മറക്കാനാകില്ല. രവീന്ദ്രൻ തിരുവല്ല ഈണം പകർന്ന 10 ഭക്തിഗാനങ്ങൾക്ക് ആലാപന മാധുര്യം നൽകിയത് ജാനകിയായിരുന്നു. താൻ ചിട്ടപ്പെടുത്തിയ ഭക്തിഗാനങ്ങൾക്ക് ആലാപന മാധുര്യം നൽകിയ മഹാഗായിക എസ് ജാനകിയെ ഓർത്തെടുക്കുകയാണ് തിരുവല്ല സ്വദേശിയായ സംഗീത സംവിധായകൻ രവീന്ദ്രൻ തിരുവല്ല. ദേവീജപം എന്ന പേരിൽ പുറത്തിറങ്ങിയ ഭക്തിഗാന ആൽബത്തിന് വേണ്ടി എസ് ജാനകിയെ കൊണ്ട് 10 പാട്ടുകളാണ് രവീന്ദ്രൻ തിരുവല്ല പാടിച്ചത്. ആദ്യമായാണ് അന്ന് ഒരു മഹാഗായികയെ കൊണ്ട് രവീന്ദ്രൻ പാട്ട് പാടിക്കുന്നത്. ശാരീരിക അവശതകളോടെ നിൽക്കുന്ന ജാനകിക്ക് ഉയർന്ന പിച്ചിൽ ഭക്തിഗാനം പാടി പൂർത്തിയാക്കാൻ ആദ്യം സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു വെല്ലുവിളി പോലെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മനോഹരമായി ഹൈ പിച്ചിൽ തന്നെ പാട്ടുകൾ പൂർത്തിയാക്കുകയായിരുന്നു എസ് ജാനകി എന്ന് രവീന്ദ്രൻ ഓർത്തെടുക്കുന്നു. അമ്മ പാടിയ ദേവീജപം എന്ന കാസറ്റാണ് പാടിയത്. അത് പ്രൊഡ്യൂസ് ചെയ്ത് MC ഓഡിയോസാണ്. അതിലെ 10 പാട്ടുണ്ട്. 10 പാട്ടും പിന്നെ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. അത് പഞ്ചദശാക്ഷരി എന്ന് പറയുന്ന മൂകാംബിക അമ്മയുടെ ആനന കോമളി, ശ്രീ പാർവതി ദേവി, കാടാമ്പുഴ, പിന്നെ പാറമേക്കാവിൽ വാഴുന്ന പറഞ്ഞൊരു പാട്ട്, പിന്നെ കുവലേതുള്ള നയനെ എന്താ മറ്റേ നമ്മുടെ ആറ്റുകാരമ്മയുടെ പാട്ട്, ഇങ്ങനെ 10 പാട്ടെല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത് അതൊരു വലിയ അനുഭവമാണ്. അത് 2004 ചെന്നൈ മറൈൻ ഡിവിഷനിൽ വെച്ചായിരുന്നു എൻ്റെ റെക്കോർഡിങ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഉൾപേടിയൊക്കെ ഉണ്ടാവില്ല. അവരൊക്കെ വലിയ ഗായകരൊക്കെ അല്ലേ, ഫേമസായ സംഗീത സംവിധായകരെ പലരും പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേടിയോടുകൂടിയാണ് ഞാൻ അവിടെ ചെന്നത്. അങ്ങനെ ഒരു വലിയൊരു ഇന്ത്യയുള്ള ഒരു കടലോരും സ്നേഹവും എല്ലാം ഉള്ള ഒരു സ്ത്രീ. ഗായികയ്ക്ക് അപ്പുറമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതുപോലൊരു സ്ത്രീക്ക് പിന്നെ ഒരു ഫേമസായ ഒരു ആർട്ടിസ്റ്റ് എൻ്റെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഭാഗ്യം, ഒരു മഹാഭാഗ്യമാണ്. അത് ആ അമ്മ ഇപ്പോൾ കാലവേനി ചൊല്ലി മറഞ്ഞു എങ്കിലും അമ്മയുടെ പാട്ടുകൾ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. മൂകാംബിക മുതൽ ആറ്റുകാൽ വരെയുള്ള 10 ദേവീക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയതായിരുന്നു ആൽബം. എസ് ജാനകിയുമായി നല്ല അടുപ്പം വെച്ചു പുലർത്താൻ ഇക്കാലം അത്രയും കഴിഞ്ഞിരുന്നുവെന്നും രവീന്ദ്രൻ തിരുവല്ല പറയുന്നു. തിരുവല്ല കുറ്റൂർ തെങ്ങോലി ഇടയിൽ വീട്ടിൽ കൊച്ചുകുഞ്ഞുപിള്ള ചെല്ലമ്മാൾ ദമ്പതികളുടെ 10 മക്കളിൽ 4ാമനായ രവീന്ദ്രൻ തിരുവല്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെയിലേക്ക് എത്തി. തുടർന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ജീവനക്കാരനായി. ഈ സമയത്ത് ബൊറിവില്ലയിൽ വെച്ച് യേശുദാസുമായി അടുപ്പം പുലർത്താൻ കഴിഞ്ഞപ്പോൾ റെയിൽവേ ജോലി ഉപേക്ഷിച്ച് സംഗീത ലോകത്തേക്ക് എത്തി. നിരവധി ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും നടത്തി പ്രസാദം എസ് ജാനകിക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ അടുത്ത കാലത്തായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നും രവീന്ദ്രൻ പറയുന്നു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.